അതാണ് ഏറ്റവും വലിയ അല്ലേ. നമ്മളൊക്കെ വീടിനെ കുറിച്ച് നാട്ടുകാർക്കുള്ള അഭിപ്രായം താരങ്ങള് ആ വീട് ഭയങ്കര സോഷ്യലാട്ടോ, എപ്പ കയറി ചെന്നാലും എപ്പോഴും കയറി ചെല്ല, ഭയങ്കര സോഷ്യലാ. പക്ഷെ മൂപ്പരൊരു മൂർഖമ്മാട്ടോ, മൂപ്പര് വന്നാണ് കയറ്റൂല. ആര്? മൂപ്പരെ കുടുംബനാഥൻ, മൂപ്പര് ഗൾഫിലാണേ. അതുകൊണ്ട് പെര ഫുള്ള് സോഷ്യലപ്പം. നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്ന് കട്ടകാലത്തിന് സിറ്റ് ഔട്ടിൽ പേപ്പറും വായിച്ചിരിക്കുമ്പോഴാ അസ്സലാമു അലൈക്കും ഒരു സലാം. നമ്മൾ വായിച്ച വാർത്ത മുഴുവനാക്കിയിട്ട് വാലൈക്കും മുസ്സലാം പറഞ്ഞു നോക്കുമ്പോ ആളെ കാണാനല്ല. പടച്ചോനെ ജിന്നറ്റ വന്നോ, ആരപ്പ ഈ സലാം പറഞ്ഞേ? കാണാനല്ല. നമ്മൾ നീച്ചു നോക്കിയപ്പോണ്ടേ അടുക്കളയിൽ നിന്ന് വർത്താനം കേൾക്കണ്. നമ്മളെ പെണ്ണുങ്ങളുണ്ട് കേറ്റിങ്ങ പാത്രം മോറിന്, ഓണ്ട് കേറ്റിന്റെ പടുവുമ്മ കുത്തിരിക്കണ്. നമ്മളെ കണ്ടപ്പോൾ ഏറ് എന്നാ സലാം കൊണ്ട് നമ്മളോ പ്രതീക്ഷിച്ചല്ല. കയറിയാൻ പോയിക്കുന്ന അടുക്കളയ്ക്ക് പെണ്ണുങ്ങൾ പാത്രം മോറിന് കൊടുത്തേക്ക്. എന്നിട്ട് ഓൻ പുറത്തിറങ്ങി എന്താ പറയാ, ആ വീടാണ് വീട്, എന്താ സോഷ്യലൊക്കെ പാടെ എപ്പോഴാ മാത്തമാറ്റിക്സ് ആകാന്ന് പിന്നെ കണക്കൂട്ടി കണ്ട് മാസം എണ്ണുമ്പോഴേ അറിയുള്ളൂ. പ്രിയപ്പെട്ട സഹോദര, എന്റെ വീട്ടിലെ ഞാനും എന്റെ ഭാര്യയും കിടക്കുന്ന മുറിയിലേക്ക് എന്റെ കുട്ടിക്ക് കടന്നു വരണമെങ്കിലേ 3 സമയം ആ കുട്ടിക്ക് ഇന്റെ റൂമിലേക്ക് കയറണമെങ്കിലേ വാതിലുമ കൊട്ടിങ്ങാണ്ട് അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞ ഖുർആനാ. എങ്ങനെ? ഞാനും എന്റെ ഭാര്യയും കിടക്കുന്ന ബെഡ്റൂമിലേക്ക് എന്റെ മകന് എന്റെ മകൾക്ക് കയറണമെങ്കിലേ 3 സമയത്ത്. ഏതാണ് സമയം എന്നറിയോ? 1 ളുഹ്ർ നിസ്കാരം കഴിഞ്ഞുകൊണ്ടുള്ള സമയം, ആ കിടക്കണ നേരം. 2 ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള സമയം. 3 സുബൈ നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയം. ഈ 3 സമയത്തെ ബാപ്പാന്റെയും ഇമ്മാന്റെയും ബെഡ്റൂമിക്ക് മക്കൾക്കാണ് കയറണമെങ്കിലേ വാതിൽമ കൊട്ടിക്കാണ്ട് അനുവാദം ചോദിക്കണം എന്നാ. കാരണം എന്താ പറയുക, ആ റൂമിൽ പല കോലത്തിലാവാം, നമ്മൾ ചൂടും തണുപ്പൊക്കെ ആയിട്ട് പല കോലത്തിലാവാം. അതിലേക്ക് നമ്മുടെ കുട്ടി ഡയറക്റ്റായിട്ട് കയറി വരാതിരിക്കാൻ അവനെ നമ്മൾ പഠിപ്പിക്കണം. മോനെ, ഇങ്ങനെ ഖുർആനിലെ ഒരു ആയത്തുണ്ട് കേട്ടോ, അതുകൊണ്ട് റൂമിക്ക് കയറി വരുമ്പോ വാതിൽമ കൊട്ടിയിട്ടേ കയറി വരാവൂട്ടോ എന്ന് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആനാ നമ്മളെ പഠിപ്പിച്ച്. ആ നമ്മളെ പെരീക്കണേ നാട്ടിലുള്ള ഏത് കോന്തനും എങ്ങനെ അങ്ങോട്ട് കയറി വരാം. ഒരതിർത്തിയില്ല, ഒരു വരമ്പുമില്ല, ഒരു വാതിലുമില്ല, ഫ്രീ ആണവൻ. അതിനിപ്പോ അവിടെ ആരാണുള്ളത്? അവിടെ എന്റെ പെണ്ണുങ്ങളും കെട്ടിച്ച മകളുമല്ലേ ഉള്ളൂ. അവിടെ പോലെ വന്നാലെന്താ? അതെ, അവിടെയാണ് പിശാച് തന്റെ പണിപ്പുരകൾ ഒരുക്കുന്നത്. അല്ലേ? ഇബ്ലീസ് ചില്ലറക്കാരനല്ല. പടച്ച റബ്ബേ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും എന്ന് റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത ചെകുത്താൻ തന്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച എവിടുന്നാരങ്ങള്? ബോംബെയിലെ ധാരാവി പോയിട്ട് ചുവന്ന തെരുവ് പോയിട്ട് മനുഷ്യന്മാരെ പയപ്പിച്ചു കണ്ടല്ല മൂപ്പർ ഉദ്ഘാടനം ചെയ്ത്. സ്വർഗത്ത് കയറിയിട്ടാ ഉദ്ഘാടനം ചെയ്ത്. അത് ഏതെങ്കിലും ഈനാമ്പേച്ചികളെ പറ്റിച്ചു കണ്ടല്ല, 1ാമത്തെ മനുഷ്യനായ ആദമിനെ അവനെയും തന്നെ പറ്റിച്ചത്. അതും അറിയാതെയല്ല. പടച്ചോ നേരത്തെ പറഞ്ഞ ആദമ അവയെ ശത്രുക്കളുണ്ടോ, സൂക്ഷിക്കണം കേട്ടോ. അവിടെ പോയിട്ട് ഓലെ പറ്റിച്ചു കണ്ട് തന്റെ പ്രവർത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടാ മൂപ്പർ ഇങ്ങോട്ട് ഇറങ്ങിയേ. ആ മൂപ്പർക്കുണ്ടോ പിന്നെ നമ്മളൊക്കെ പറ്റിച്ചാൽ വലിയ പണി? എന്തായാലും ഇബ്ലീസ് റബ്ബിനോട് പറയണേ, പടച്ചോനെ ഞാൻ മനുഷ്യന്മാരെ പയപ്പിക്കും. എങ്ങനെ പയപ്പിക്കും എന്നറിയോ? അതും ഇബ്ലീസ് പറഞ്ഞു, എല്ലാ വൃത്തികേടുകളെയും ഞാൻ അവർക്ക് മനോഹരമായി തോന്നിപ്പിച്ചു കൊടുക്കും റബ്ബേ. എല്ലാ വൃത്തികേടുകളെയും ഞാൻ അവർക്ക് മനോഹരമായി തോന്നിപ്പിച്ചു കൊടുക്കും റബ്ബേ. അങ്ങനെ നമ്മളെ പറ്റിച്ച് വളരെ വൃത്തികേടേക്കാരം. പക്ഷെ ഇബ്ലീസ് ഇങ്ങോട്ട് നമ്മളെ കുട്ടികള് അള്ളാന്റെ റസൂൽ ശരിക്ക് പറഞ്ഞാണ്, ഇതാ നഹാക്കും, ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. എന്താ വിരോധിച്ച നിങ്ങള്? ഒരു അറബി പദം, ഞാൻ ആ പദം മറന്നുട്ടോ, നിങ്ങളൊന്ന് നോക്കിയാ പറഞ്ഞുതരാം. ആരൊക്കെ ചോദിച്ചാ പറഞ്ഞുതരും, എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഇല്ല. അപ്പൊ റസൂല് ചോദിച്ചു, എന്താ നബി അതിന്റെ അർത്ഥം? അപ്പൊ നബി പറയണേ, തലമുടി വെട്ടുമ്പോൾ ചില ഭാഗം വെട്ടാതെ നിർത്തുകയും ചില ഭാഗം അത് വടിച്ചു കളയുകയും ചെയ്യുക എന്നത് ഈ സമൂഹത്തിന് നിരോധിക്കപ്പെട്ടതാകുന്നു എന്ന് നിങ്ങള് 14 നൂറ്റാണ്ട് മുമ്പേ. ആ ഹദീസൊക്കെ പഠിച്ചപ്പോ ഞാനൊക്കെ കരുതി ഇതിപ്പോ എന്ത് വെട്ടാ പടച്ചോൻ, എങ്ങനെയൊക്കെ വെട്ടുണ്ടാവോ, എന്തിനാ റസൂൽ ഇങ്ങനെ പറഞ്ഞേ? ഇപ്പോ എന്താ നമ്മളെ കുട്ടികളെ തല ഇളനീം വെട്ടിക്കാണ്ട് തിരിച്ചുവരിക്കാം. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയിട്ട് പമ്പരം ചെത്തിയമാർക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടക്കും. റസൂലുള്ള പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ. ഇതാ കണ്ടാല് പണ്ടൊക്കെ മുടി കുട്ടികൾ സൈഡിക്കോ ബാക്കിക്കോ വാർന്നിക്കുക, ഇപ്പൊ മുടി ഇങ്ങനെ മേപ്പെട്ട നിർത്തല്. പണ്ടൊക്കെ തലയിൽ എണ്ണയക്കല് മുടി ഒന്ന് ശരിക്ക് കിടക്കാനാ, ഇപ്പൊ എണ്ണയക്കല് മുടി കിടക്കാതെക്കാനാ, നേരക്കാനാ. ലോകം മാറി മാറ്റി.
നമ്മളെ സുഹൈർ മൗലവിന്റെ ബാപ്പ മോമോലി മൗലവി സാത്വികനായ ഒരു പണ്ഡിതനേനെ. മൂപ്പര് ലോകത്തിന്റെ മാറ്റം പഠിപ്പിക്കാൻ വേണ്ടി പറയേ, പണ്ടൊക്കെ ഞങ്ങളെ കാലത്ത് പള്ളേ പൈക്കും അഥവാ വിശക്കുമ്പോ ഞങ്ങൾ വീട്ടിക്ക ഓടുക, കക്കൂസ് പോകാൻ മുട്ടിയാൽ പെരയിന്ന് പുറത്തേക്ക് പറമ്പൊക്കെ ഓടുക. ഇപ്പൊ വിശന്നാല് വണ്ടി എടുത്ത് കാണാൻ അങ്ങാടിക്ക്, കക്കൂസ് പോകാൻ മുട്ടിയാ പെരന്റെ ഔത്തുക്ക്, കാരണം കക്കൂസൊക്കെ ഔത്താണല്ലോ, ഭക്ഷണമൊക്കെ പുറത്തു വേണേ. ലോകം മാറിയ മാറ്റം എന്ന് പറഞ്ഞ് മൂപ്പര് പറയാറുണ്ട്. ഏകദേശം അതേ അവസ്ഥയ്ക്കാ ചെന്നത്. എന്നിട്ടോ ഇതിങ്ങനെ കണ്ടാൽ ഒരു ലേസം മാന്യതല്ലോ പിരാന്ത് വരും കുട്ടികളെ മുടി കണ്ട. എന്നാ കുട്ടികൾ ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കി കണ്ട് നടന്ന പോലും ഇങ്ങനെ തോന്നുകയാണെ, ഇബിലീസ് ഇങ്ങനെ തോന്നിപ്പിക്കുക. ഭയങ്കര രസമുണ്ട് പന്നെ കാണാട്ടോ. ഇപ്പൊ ഇങ്ങനെ കണ്ടാല് ഒരു ഹിന്ദി ഫിലിം സ്റ്റാർ ആണോ എന്ന് വരെ സംശയമുണ്ട്. എന്താ എന്റെ മുടിന്റെ ചൊറുക്ക് എന്നൊക്കെ പറഞ്ഞ് ഓനെങ്ങനെ പറ്റിച്ചേണേ. ഈ പാവ എന്നിട്ട് ഇങ്ങനെ ലേ എല്ലാം ഓലെ പാൻ്റൊക്കെ കണ്ട എന്താ എടങ്ങറ്. പടച്ചോനെ ഓല് പോണ വൈക്കൊന്നും തൊട്ടാവാടി ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുക. തൊട്ടാവാടിയുമെങ്ങാനും കൊളത്തി അത് ഊരിപ്പോരേ. കാരണം അരിയിലൊരു പിടുത്തമല്ല. നമ്മളൊക്കെ അരിയിൽ പാൻ്റ് ഇട്ട് പിന്നെ ബെൽറ്റ് കെട്ടി ആണിട്ടൊക്കെ മുറിക്കുക മനുഷ്യന്മാർ നടക്കല്. ഇപ്പൊ പാൻ്റ് ചന്തിമരും അല്ല, ചന്തിന്റെ ചോട്ടിലാണേ. സുജൂദൊക്കെ ചെയ്യുമ്പം പള്ളിക്കെന്നൊക്കെ ബാക്കിലാണെങ്കിൽ മാനം കൊടും നോക്കിയാല് നമ്മളെ പ്രിൻസിപ്പാൾ പറയും കണ്ണാണ് ചിമ്പണ്ടി വരും. കാരണം പാൻ്റ് എവിടെയോ ആണ് കിടക്കണത്. അതിങ്ങനെ കണ്ടാൽ ചായ സംഖ്യ തൂന്തിയമാർക്ക് ബാക്കൊക്കെ ഒരു വൃത്തിയാണല്ലേ. പക്ഷെ ഇബിലീസ് ഓനോട് പറഞ്ഞേക്കണേ ഭയങ്കര രസം തന്നെ കാണാം, ഇങ്ങനെ തന്നെ ഇട്ടുള്ളിട്ടോന്ന്. അങ്ങനെ തന്നെ ഇട്ടുള്ളൂ. നമ്മുടെയൊക്കെ താത്താമാര് പെൺകുട്ടികളെ കുപ്പായൊക്കെ കണ്ടില്ല, ഞങ്ങൾ ചുരിദാറൊക്കെ ഒന്നായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കീറിയേക്കുക. ബസ്സിലൊക്കെ പെൺകുട്ടികൾ മുമ്പ് കയറിയാലേ മാനം കെട്ട തന്നെ. കാരണം ഒരു കാറ്റടിച്ചുമ്പോ ഈ മാൻഡ്രേക്കന്റെ കുപ്പായമായിരിക്കാം മുമ്പിലെ സീല അങ്ങോട്ടും മിമ്പിലെ സേല അങ്ങോട്ടും പോറും. ഈറ്റങ്ങൾ ബസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നാളെ ഇട്ട് അതിന്റെ താഴെയുള്ള പാന്റിന്റെ അവസ്ഥയാണെങ്കിൽ മഹാകഷ്ട. എക്സ്റേ എടുക്കണ്ട, ശരീരത്തിലെ മുറിയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണാം. ആ ജാതി ഒരു പാന്റേക്കാരെ കുട്ടികൾ ഇട്ടേക്കുക. എന്നിട്ട് ഈറ്റങ്ങൾ ഇതിട്ടുകാണ്ട് ബസ്സിന്റെ മുമ്പിലൊക്കെ നിന്നാലേ ബാക്കിൽ ലേശം മാന്യത ഉള്ളതുകൊണ്ടല്ലോ ഓൻ കണ്ണ് ചിമ്പാതെ ഇരിക്കാൻ പറ്റാത്ത ദുരവസ്ഥയാ. ഇബിലീസ് പറയാണ് നല്ല ചൊറുക്കുണ്ടെന്നെ കാണാം. എന്ത് ചൊറുക്ക്! രാജസ്ഥാനിൽ പുതപ്പ് വെക്കാൻ പറ്റുന്ന ആൾക്കാരുമായിരിക്കും ഒരു മാടി കെട്ടിയ പാൻറ്റൂട്ടി കുട്ടികൾ നടക്കുമ്പോൾ എന്ത് ചൊറുക്കാ പോലെ കാണാനല്ലേ. പക്ഷെ ഇബിലീസ് പറയണേ നല്ല ചൊറുക്കുണ്ട്. നമ്മളെ താത്താമാരെയൊക്കെ പറഞ്ഞില്ല ഞങ്ങൾ. ഇപ്പം എൻ്റെ കുപ്പായ എത്ര ലൂസ് ഉണ്ടായിട്ടാണ് എനിക്ക് ഇടങ്ങേറ്. ഇത് ലൂസ് പോരാ, ചൂടുകൊണ്ടേ. പോളിസ്റ്ററിന്റെ കുപ്പായിട്ടാണ് നമ്മളെ താത്താരൊക്കെ ഇരിക്കണേ. അതിങ്ങനെ മേത്ത് വെച്ചടിച്ചതാണെന്ന് തോന്നുന്നു. അത്ര ടൈറ്റാണ്. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഉള്ളിലൊരു കാക്കപ്പുള്ളി ഉണ്ടെങ്കിൽ അതുപോലും പുറത്തേക്ക് ഇങ്ങനെ കാണാം. അതുകൊണ്ട് അവർക്ക് ഇടങ്ങേറില്ല. ഭയങ്കര ഇടങ്ങേറുണ്ട്. സീറ്റുമക്ക് ബസ്സിലൊക്കെ പിടിച്ചാൽ പേടിയാ, പിടിച്ചാൽ പൊട്ടുമ്പോഴേ. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നിൽക്കുക. ഇടങ്ങേറല്ലേ? ഇടങ്ങേറ് തന്നെയാണ്. പക്ഷെ ഇബിലീസ് പറഞ്ഞേക്കാണേ ഭയങ്കര രസമുണ്ട് പന്നെ കാണാട്ടോ. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, എന്താ രസം. അങ്ങനെ നമ്മളെ പറഞ്ഞ് പറ്റിച്ച് കെട്ട് വണ്ടി കയറ്റി മൂപ്പര്. എന്റെ വീടിന്റെ അടുത്ത് നാടൻ കള്ള് വാച്ചുന്ന ആളുണ്ടേ. അവിടെ ആൾക്കാർ കള്ളുടിക്കാൻ വരും. ഈ നാടൻ കള്ള് കുടിക്കണ കാണാൻ ഭയങ്കര രസമാണ്. മൂക്കും കെട്ട് പിടിച്ചു അതിന്റെ വാസന കൊണ്ടേ. അതിലെല്ലാ പഴുതാരിയും പിന്നെ തേരാട്ടിയും മിന്നാമിനിങ്ങനെയും ബാറ്ററിന്റെ അതും എല്ലാം പൊട്ടിച്ചിടും. അതില് ഞങ്ങൾക്കൊക്കെ പഴയ ബാറ്ററി കൊണ്ടുപോയി കൊടുത്താൽ മുമ്പ് പൈസ വരും. അതൊക്കെ അതിൽ കലക്കലാണേ. എന്നിട്ട് അത് കുടിച്ചുമ്പോൾ ഇങ്ങനെ പിടിച്ചു. അത്ര ദുർഗന്ധാണേ. എന്നിട്ട് തൊള്ളിക്കൻ പാർന്നിട്ട് 3-4 മുറുക്കിന് കുടിച്ചിട്ടുണ്ട്. കാർക്കിച്ചൊരു തുപ്പല അവസാനം. അതിന്റെ ടേസ്റ്റിന്റെ ഊക്കൊണ്ടാണേ. അത് നമ്മൾ വിചാരിച്ചു ഇഞ്ഞോൻ കുടിച്ചൂല, അവസാനത്തെ കുടിയേക്കാർന്ന്. പിറ്റേന്ന് കാണാം അതേ സമയത്ത് ഓൻ അവിടെ തന്നെ. ഇബിലീസ് പറയണേ ഇത് കുടിച്ചോ? അല്ല. എന്തേ കുടിച്ചാത്ത്? പറഞ്ഞേക്കും. എത്രങ്ങാനും ആൾക്കാർ ബീഡി വലിക്കുന്ന ആൾക്കാരുണ്ട്. എത്രങ്ങാനും വട്ടം നിർത്തിയരങ്ങൾ. ചില ആൾക്കാർ ഇടക്കിടക്ക് നിർത്തും. നിർത്താനൊരു പണിയില്ല അറിയും. പിന്നെ വലിച്ചോലെ. എന്താ വലിച്ചരങ്ങൾ? വെറുതെ ഇറക്കുമ്പോഴേ ഇബിലീസ് എന്ന് ചോദിക്കും, എന്താ ഇപ്പൊ ഉസാറില്ലാത്ത? ഞാൻ ബീഡിയിൽ നിർത്തി. എന്താ ഈ വലിച്ചാത്ത? അത് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാവും. എന്നിട്ട് ആ മെഡിക്കൽ കോളേജിലുണ്ട് 2 വയസ്സായ കുട്ടി.